ഞാൻ ജുവൽ ആൻ്റണി. ഇന്നത്തെ എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഹാക്കിംഗ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാക്കിങ്ങും പറയുന്നുണ്ട്. ഹാക്കിംഗ് ഈസ് ആൻ അൺഓതറൈസ്ഡ് ഇൻട്രൂഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഓതറൈസ്ഡ് അല്ലാത്ത ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഒരു എൻട്രീനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഹാക്കിംഗ് ആക്ടിവിറ്റീസ് ഈസ് ജനറലി റെഫർഡ് ആസ് എ ഹാക്കർ. അപ്പോൾ ഈ ഹാക്കിംഗ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന ഹാക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ പറയുന്ന പേരാണ് ഹാക്കർ. This hacker may alter systems or computer systems or security features to accomplish their goal. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കയറി അതിനകത്തുള്ള പല സെറ്റിങ്സും ഓൾട്ടർ ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കും. ഹാക്കിംഗ് ഈസ് ഐഡൻറ്റിഫൈങ് വീക്ക്നെസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റംസ് ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ്സ് വീക്ക്നെസ് ടു ഗെയിൻ ആക്സസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള പലതരത്തിലുള്ള വീക്ക്നെസ്സും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇവർ ആക്സസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. A hacker is a person who gains unauthorized access into a computer network for profit, criminal mischief or personal pressure. ഈ ഹാക്കേഴ്സ് പലതരത്തിലുള്ള റീസൺ കൊണ്ടാകാം അവർ ഹാക്ക് ചെയ്യണത്. ചിലപ്പോൾ പേഴ്സണൽ പ്രഷറിന് വേണ്ടിയാകാം, ക്രിമിനൽ മിസ്റ്റീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ ഡാറ്റ ഒക്കെ സെയിൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഹാക്കേഴ്സ് പുട്ട് ദർ മിസ്റ്റീഫ് പ്രോഗ്രാം in the network and consequently it start to perform some hidden function which may cause some damage to the information stored in computer. അപ്പോൾ ഈ ഹാക്കേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എൻട്രി എടുക്കുകയും അതിനകത്ത് പല ഹിഡൻ ആയിട്ടുള്ള മിസ്റ്റീവ് പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റൺ ചെയ്യും. പക്ഷേ ഹിഡൻ ആയതുകൊണ്ട് നമ്മൾ ആരും അറിയില്ല. പക്ഷെ അത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള പല ഡാറ്റയും സ്റ്റോർ ചെയ്തതിനൊക്കെ ഡാമേജ് ചെയ്യും. Many hackers break into system just for challenge or for personal pleasure. These type of hackers are called white hat hackers. അപ്പോൾ ഹാക്കേഴ്സിനെ പലതരത്തിൽ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള സെക്യൂരിറ്റീസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യും, അതിൽ നിന്ന് പ്ലഷർ കണ്ടെത്തുകയും ചെയ്യണ ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് are called white hat hackers. പിന്നെ these hackers help many companies once they find vulnerabilities with their computer network. അപ്പോൾ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനീസിൻ്റെയും നെറ്റ്വർക്കിലേക്ക് ഹാക്ക് ചെയ്തുകൊണ്ട് കയറി അതിൻ്റെ സെക്യൂരിറ്റീസൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള എററൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ കമ്പനീസിനെ ഇൻഫോം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യാനും ഈ പറയുന്ന വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യാറുണ്ട്. Illegal hackers, also called crackers or black hat hackers, frequently assault the internet and other network to steal or damage data and program. അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് മാത്രമല്ല ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ഉണ്ട്. ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് മെയിനായിട്ട് ഇൻ്റർനെറ്റിൽ ആളുകളെ അസോൾട്ട് ചെയ്യാനും ഡാറ്റ സ്റ്റീൽ ചെയ്യാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണവരെയാണ് മെയിൻലി ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ പലതരത്തിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറിന് ഡാമേജ് വരുത്താനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട്. Certain programs created by the hackers make false requests for lot of information simultaneously from web servers which the aim to crash network. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കയറി അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി പലതരത്തിലുള്ള റിക്വസ്റ്റ് വിടുകയും അത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ക്രാഷ് ചെയ്യുകയും ചെയ്യും. അവസാനം ഒരേ ടൈം തന്നെ പലതരത്തിലുള്ള റിക്വസ്റ്റ് പോയിട്ടുണ്ട് അത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അവസാനം ക്രാഷ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ദീസ് കൈൻഡ് ഓഫ് ഒഫൻസ് ഇസ് നോർമലി റെഫേർഡ് ആസ് ഹാക്കിംഗ് ഇൻ ജനറൽ സെൻസ്. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെയാണ് ഹാക്കിംഗ് എന്ന് പൊതുവെ പറയണത്. ജനറലി വി വുഡ് യൂസ് ദ വേർഡ് ഹാക്കിംഗ് ഫോർ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഓർ നെറ്റ്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും സിസ്റ്റത്തിലേക്കുള്ള ഓതറൈസ്ഡ് അല്ലാത്ത എൻട്രീനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടൈപ്സ് ഓഫ് ഹാക്കിംഗ്. വി ക്യാൻ ഡിവൈഡ് ഹാക്കിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ വാട്ട് ബീങ് ഹാക്ക്. എന്താണ് ഹാക്ക് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിൽ നമുക്കിതിനെ ഈ ഹാക്കിങ്ങിനെ പലതരത്തിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ 5 ഇവിടെ പറയുന്നുണ്ട്. വെബ്സൈറ്റ് ഹാക്കിംഗ്, നെറ്റ്വർക്ക് ഹാക്കിംഗ്, ഇമെയിൽ ഹാക്കിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, പാസ്വേഡ് ഹാക്കിംഗ്. ഒന്നാമത് വെബ്സൈറ്റ് ഹാക്കിംഗ് എന്താണെന്ന് നോക്കാം. Website hacking means taking unauthorized control over a web server and its associated software such as database and other interfaces. ഒരു വെബ്സൈറ്റിലേക്ക് അൺഓതറൈസ്ഡ് ആയി കയറി ചെന്ന് അതിനെ മൊത്തത്തിൽ കൺട്രോൾ എടുത്ത് അതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റ്വെയറുകളെയും മറ്റ് ഡാറ്റാബേസിനെയൊക്കെ ഏറ്റെടുത്ത് അതിനുള്ള ഇൻഫോർമേഷനൊക്കെ എടുക്കണത് തന്നെയാണ് വെബ്സൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നെറ്റ്വർക്ക് ഹാക്കിംഗ്.
Hacking a network means gathering information about a network by using tools like Telnet, Ping, Trusted, Netstat, etc. ഈ പറഞ്ഞിട്ടുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ട് അതിനെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് ഹാക്കിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇമെയിൽ ഹാക്കിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗെറ്റിംഗ് ഓതറൈസ്ഡ് ആക്സസ് ഓൺ ആൻ ഇമെയിൽ അക്കൗണ്ട് ആൻഡ് യൂസിങ് ഇറ്റ് വിത്തൗട്ട് ടേക്കിംഗ് ദ കൺസെൻറ്റ് ഓഫ് ഇറ്റ്സ് ഓണർ. അതായത് ഈ ഇമെയിലിൻ്റെ റിയൽ ആയിട്ട് ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഈ ഇമെയിലിനെ ആക്സസ് ചെയ്യും. അതിനകത്ത് പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യണതിനെയാണ് ഇമെയിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ എത്തിക്കൽ ഹാക്കിംഗ്. Ethical hacking involves finding weakness in a computer or network system for testing purpose and finally getting them fixed. അപ്പം നേരത്തെ പറഞ്ഞ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലത്തെ വീക്ക്നെസ് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീക്ക്നെസ് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ഫിക്സ് ചെയ്യണതിനെ ആണ് ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. പാസ്വേഡ് ഹാക്കിംഗ്. This is the process of recovering secret password from data that has been stored in or transmitted by a computer network. അത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സീക്രട്ട് പാസ്വേഡിനൊക്കെ എടുത്തുകൊണ്ട് അത് യൂസ് ചെയ്യണതിനെയാണ് അതിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യണതിനെയാണ് ഈ പാസ്വേഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സെമിനാർ ടോപ്പിക്ക്. അപ്പോൾ താങ്ക് യു.